ഒരു 40-45 ഇയേഴ്സൊക്കെ ഏജുള്ള ഒരാൾക്കാർ നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന ഒരു കോമൺ കണ്ടീഷനാണ്. അവർക്ക് ഈ ഒരു ഏജ് ആയപ്പോൾ പെട്ടെന്ന് അവരുടെ ചീക്കിൻ്റെ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് വോളിയം ലോസ് വരണം, ഫ്ലാറ്റ് ആയ പോലെ തോന്നിക്കണം, അതുപോലെ തന്നെ ഒരു ഏജ്ഡ് ലുക്ക് തോന്നിക്കണം എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനെന്താണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് അവർ ചോദിക്കാറുണ്ട്. നമുക്കൊരു ശരീരത്തിനൊരു ഭാഗത്ത് നിന്ന് വോളിയം പോവുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വോളിയം റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്തെ വോളിയം പോകുമ്പോൾ അതവിടുത്തെ ഫാറ്റ് പോയത് കാരണമാണ്. നമുക്ക് ഏജിങ് വരുമ്പോൾ നമ്മൾ ആ ഭാഗത്തെ ഫാറ്റ് പോണു, അത് കാരണമാണ് നമുക്ക് അവിടെ ഫ്ലാറ്റ് ആയ പോലെ തോന്നിക്കുന്നത്. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒന്നെങ്കിൽ ഫാറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമ്പണൻറ്റോ വെച്ചിട്ട് അത് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്നെങ്കിൽ ഫില്ലേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഫാറ്റ് വെച്ചിട്ട് നമുക്കവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഓപ്ഷൻ ഫില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറോണിക് ആസിഡാണ് സാധാരണ യൂസ് ചെയ്യുക. അത് കുറച്ചുകൂടി ഒരു ടെമ്പററി ഓപ്ഷനാണ്, ഒരു 6 months to 1 year ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. മിക്കവാറും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫില്ലേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്. അതൊരു സർജിക്കൽ ടെക്നിക്കാണ്. നമ്മൾ പ്ലാസ്റ്റിക് സർജൻസ് ഇപ്പോൾ ഒരുപാട് ചെയ്തു വരുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രത്യേകിച്ച് വയറിലോ തൈലൊക്കെ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് എടുത്തിട്ട് നമ്മൾ ഫേസിലോട്ട് ഇൻജെക്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വയറിൽ നിന്ന് ലൈപ്പോസെക്ഷൻ ചെയ്തിട്ട് എക്സ്ട്രാ ഫാറ്റ് എടുക്കണം. അത് തന്നെ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് മൈക്രോ ഫാറ്റോ നാനോ ഫാറ്റോ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫാറ്റോ ആയിട്ട് നമ്മളെ കണ്ണിൻ്റെ താഴത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തോ അല്ലെങ്കിൽ നമ്മളെ ചീക്കിലോട്ടോ ഇൻജെക്ട് ചെയ്തിട്ട് അവിടെ ഒരു വോളിയം എൻഹാൻസ് ചെയ്തിട്ട് ഏജ്ഡ് ലുക്ക് കുറയ്ക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഇത് വളരെ പോപ്പുലറായിട്ട് വരുന്നൊരു ടെക്നിക്കാണിത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഫില്ലേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു നാച്ചുറൽ ലുക്കിംഗ് റിസൾട്ട് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മുടെ തന്നെ ഫാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു ഫോറിൻ ബോഡി അല്ലെങ്കിൽ ഒരു കെമിക്കലും അല്ല, നമ്മുടെ തന്നെ ഫാറ്റാണ് നമ്മളിതിൽ യൂസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഫില്ലേഴ്സ് വെച്ച് നമുക്ക് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് റിസൾട്ടാണ്. മറ്റേ പോലെ ഒരു 6 months 1 year അങ്ങനെ ഒരു ടൈം ലാപ്സ് അതിന് പറയുന്നില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫില്ലേഴ്സിന് യൂഷ്വലി നമ്മൾ പറയും പെർ ml ആണ് കോസ്റ്റ് വരിക. അതൊരു പ്രീഫിൽഡ് സിറിഞ്ചസിലാണ് വരിക. ഒരു ml per ml എന്നുള്ള പോലെയാണ് വരിക. ഫാറ്റിന് അങ്ങനെ ഒരു ഇതില്ല. നമുക്ക് വയറിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വോളിയം നമുക്ക് യൂസ് ചെയ്യാം. യൂഷ്വലി നമ്മൾ ഈ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്നുള്ള പ്രൊസീജിയർ ഇവിടെ ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യാറുണ്ട്. തരിപ്പിച്ചിട്ടൊരു ഡേ കെയർ പ്രൊസീജിയറായിട്ട് ചെയ്ത് വിടാറുണ്ട് ആൾക്കാരെ. ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.